ഞാൻ റോജി എം ജോണിലേക്ക് എത്തും മുമ്പ് ശ്രീ മനു തോമസ് ഇരുന്നു. ശ്രീ മനു തോമസ്, താങ്കൾ പാർട്ടിക്കുള്ളിൽ ഈ പോരാട്ടം തുടങ്ങിയത് ഇപ്പോഴല്ല. ഈ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, ലഹരി മാഫിയക്കെതിരെ ഡിവൈഎഫ്ഐ പ്രചരണ ജാഥ എന്നത് അത് ഡിവൈഎഫ്ഐയുടെ കൂട്ടായ തീരുമാനമായിരുന്നു എന്ന് താങ്കൾ ഇപ്പോൾ പറയൂ. എങ്കിലും എനിക്ക് വ്യക്തമായി അറിയാം അത് മനു തോമസിന്റെ ഒറ്റ ഇനിഷ്യേറ്റീവാണ്. ഒരു ഘട്ടത്തിൽ അത് പാർട്ടി കാണുന്നുണ്ട്, ജില്ലാ സെക്രട്ടറി അടക്കം ആ സംഘങ്ങളെ തള്ളിപ്പറയുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് മനു അത്ര വലിയ ഒരു വേദന, നിരാശ? ആ ക്യാമ്പയിൻ ഹലോ മനു പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, അത്തരം ഒരു ക്യാമ്പയിൻ എടുക്കാനുണ്ടായ സാഹചര്യം നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അത് ഈ പറഞ്ഞ കൊട്ടേഷൻ സംഘടനകൾക്ക് തലവേദന ആകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ അനിവാര്യമായി എടുത്തൊരു ക്യാമ്പയിനാണത്. അതുവരെ അവർക്ക് സംരക്ഷണങ്ങൾ കിട്ടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ആത്യന്തികമായി പാർട്ടി സംഘടനയും തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ അതൊരു ക്യാമ്പയിനായി എടുക്കുകയും പൊതുജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴൊന്നും അത് അത്ര മുഖവിലേക്കെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് അനിവാര്യമായൊരു ഘട്ടത്തിൽ അത് ഒരു ക്യാമ്പയിനായി മാറി. മനു തോമസ്, മറ്റേതെങ്കിലും ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു താങ്കൾ ആ സമയത്ത് ഒരു ചെറിയ ദൃശ്യം ഒന്ന് കാണും. ആ സമയത്ത് മനു എന്താണ് ഇവിടെ ആ കൂത്തുപറമ്പ് മേഖലയിൽ ഈ പറയുന്ന പ്രചരണ ജാഥ നടന്നു പോകുമ്പോൾ മനു തോമസിന്റെ ചെറിയ പ്രസംഗ പീസാണ്. ജസ്റ്റ് തുടരണം മനു, പ്ലേ ആവും. സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ ഏതെങ്കിലും നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഇട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈഎഫ്ഐയുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കൊടിയും പിടിച്ച്, അല്ലെങ്കിൽ തലയിൽ ചുവന്ന കവടം കെട്ടി, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും ഒരു ടാഗ് ഒട്ടിച്ച് ഞങ്ങളെല്ലാം ഇതാ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ എല്ലാ തോന്നിയവാസം കാണിച്ചാൽ ആ തോന്നിയവാസങ്ങൾക്ക് ഡിവൈഎഫ്ഐ കിട്ടില്ല. ശ്രീ മനു തോമസ്, ഇവിടെ ഇത് താങ്കൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയ സമയത്താണ്. ഇപ്പോൾ താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തുനിന്ന് സ്വതന്ത്ര വ്യക്തിയാണ്. ഇന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരാൻ മാത്രം കരുത്തുറ്റ ഒരു മാഫിയ സംഘം അവിടെ ഉണ്ടല്ലോ. അന്നേ അവർ ശക്തരാണ്. താങ്കൾ പുറത്തു വരുമ്പോൾ പറയുകയാണ് പാർട്ടിക്കെതിരെ മിണ്ടിയാൽ നിശബ്ദരാക്കാൻ ഞങ്ങൾക്ക് മിനിറ്റുകൾ മതി. വിരട്ടാണ് മനു. തീർച്ചയായും അത് അന്ന് ക്യാമ്പയിന്റെ ദിവസങ്ങൾ തന്നെയാണ്. അതന്ന് മാധ്യമങ്ങളിലൊക്കെ കുറെയൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മാരകം ഇരിക്കുന്നതിന്റെ തൊട്ടുപുറകിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ജാഥയ്ക്ക് സ്വീകരണം നൽകേണ്ട കേന്ദ്രത്തില് അതിന് സ്വീകരണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ ഒരു ഹർത്താലിന്റെ പൊതുരീതിയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, പ്രസംഗിക്കുന്ന സമയത്ത് കൂകാൻ ആളെയും ഏർപ്പാടെത്തിയിരുന്നു. പാർട്ടി മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നത്. അത് ഞങ്ങളിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. അല്ല മനു, ആലോചിച്ച് നോക്കൂ, പാർട്ടി മാത്രമുള്ള സ്ഥലത്ത് മറ്റ് ജില്ലകളിലെ പോലെ ഒരു ഡിവൈഎഫ്ഐ ജില്ല അല്ലല്ലോ കണ്ണൂരിലെ ജില്ല. കണ്ണൂർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊടുങ്കോട്ടയിലെ ഡിവൈഎഫ്ഐയുടെ യുവാക്കളുടെ യുവനിരയുടെ യങ് ടർക്സിന്റെ ഒരു ജില്ലയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ ഫ്യൂസ് ഊരാൻ മാത്രം കരുത്തുറ്റവരാണവർ. നോക്കൂ, ആ സംഘം തന്നെ ഇപ്പോൾ താങ്കളെ പറയുകയാണ് മനു മിണ്ടിപ്പോയാൽ തീർക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. കൊന്നുകളയെന്നാ പറയുന്നത് മനു. ആ ക്യാമ്പയിന്റെ ഒക്കെ തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെയാണത്. അത് അവർക്ക് കുറെ പരിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അതുവരെ അവർ ഔദ്യോഗികമായി ഈ പാർട്ടിയുടെ ഒക്കെ ആളുകളാണ് എന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ക്യാമ്പയിൻ പൊതുവിലെടുത്തപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ കുറച്ച് പരിക്കേറ്റത്. അതിന്റെ വലിയ ഫ്രസ്ട്രേഷൻ, വലിയ അസഹിഷ്ണുത അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവം. അല്ല മനു, അന്ന് ഷാജറും താങ്കൾക്കൊപ്പം നിന്നു. അതിനുശേഷമുള്ള ഷാജറും അവിടുത്തെ പൊതുയോഗത്തിൽ തള്ളി പറയുന്നുണ്ടല്ലോ. പാർട്ടി ജില്ലാ സെക്രട്ടറിയും തള്ളി പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഈ പറയുന്ന വാർത്തകളുണ്ടായി, ചർച്ചകളുണ്ടായി. ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലയെ വെല്ലുവിളിക്കാനും മാത്രം ഒരു സമാന്തര സംഘമോടെ വളർന്നു വരുന്നു എന്ന വാർത്ത ഉണ്ടായപ്പോൾ തള്ളി പറഞ്ഞു. നല്ല കാര്യം. ഈ ഷാജറും ആ സമയത്തും ഈ പറയുന്ന വേട്ടക്കാർക്കൊപ്പം ഓടുകയും ഇരകൾക്കൊപ്പം ഓടുകയായിരുന്നോ മനു? ഇപ്പൊ അങ്ങനെ സംശയം തോന്നുന്നുണ്ടോ? അല്ല, അത് അതിൻ്റെ അകത്ത് നിലപാടുകൾ, അത് അന്ന് പാർട്ടിയും ഡിവൈഎഫ്ഐ എടുത്ത ഒരു നിലപാടിന്റെ ഒപ്പം എല്ലാവരും നിന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് അതിൻ്റെ അകത്ത് ആരൊക്കെ വെള്ളം ചേർത്തു എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സമൂഹത്തിന് ബോധ്യപ്പെടുക. മനു, ഒഞ്ചിയവും ഇടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന് മനു പറയുന്നുണ്ട്. അത്
പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന അല്ലെങ്കിൽ താങ്കളെ സൈബർ സംഘങ്ങൾ വേട്ടയാടുന്നു, അതിന് പി ജയരാജന്റെ പിന്തുണയുണ്ട് എന്ന ഒരു ആത്മരോഷത്തിൽ വന്നു പോകുന്ന വാക്കാണോ അതോ തീരുമാനിച്ചുറപ്പിച്ച് കുറിച്ചതാണോ ആ വാക്കുകൾ ശ്രീ മനു? അല്ല, ഞാൻ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ആത്മരോഷത്തിനൊന്ന് പറഞ്ഞതല്ലത്. അത് വളരെ കൃത്യമാണ്. ഇവർ ഈ പിന്നെ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാം വലിയ പോരാളികളാണ്, പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവരാണ്, അപ്പൊ ഞങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിവേഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് പറയേണ്ട ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവര് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയുടെ പ്രതിരോധ പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ പാർട്ടി വിപ്ലവ പ്രവർത്തനത്തിന്റെയോ ഭാഗമായിട്ടൊന്നും അല്ല ഇതൊന്നും ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. മനു കഥകൾ എഴുതുന്ന ആളാണ്. കാസാബ്ലാങ്ക എന്ന് പറഞ്ഞ കഥ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട കഥയാണ്. അങ്ങനെ കഥകൾ എഴുതുന്ന, കാൽപ്പനികമായി ജീവിക്കുന്ന, സർഗാത്മകമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആഗ്രഹിക്കുന്ന ആളാണ് മനു. ടി പി ചന്ദ്രശേഖരൻ കഥ എഴുതിയില്ലെങ്കിലും ഏതാണ്ട് സർഗാത്മകത ഉള്ളിൽ പൂത്ത ഒരാളാണ് മനു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ചോര 52 വെട്ടിൽ തെരുവിലൊഴുക്കിയതിൽ ഈ സംഘത്തിന് പങ്കുണ്ട് എന്ന് മനു പറയാതെ പറയുകയാണോ? അല്ല, അത് ഞാൻ സൂചിപ്പിച്ചതാണ്. അതൊരു കാലഘട്ടത്തിൽ സംഭവിച്ച വലിയ തെറ്റുകളുടെ ഭാഗമാണ് അതെല്ലാം. കണ്ണൂരിലെയും ആ പ്രദേശത്തെയും പാർട്ടിയിൽ രൂപപ്പെട്ട ഒരു തെറ്റായ രീതിയുടെ ഒരു കാലഘട്ടത്തിലുണ്ടായ സംഭവവാസങ്ങളിൽ പെട്ടതാണ് അതെല്ലാം. ഷുഹൈബിനെയും കൊന്നുകളഞ്ഞു, പോയ കാല തെറ്റാണ് അല്ലേ മനു? അതൊരു കാലഘട്ടത്തിന്റെ പിഴവ്, തെറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതൊരു വിപ്ലവ പ്രവർത്തനമായിരുന്നില്ല, അത് വൈദികമാണ് എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകളോട് ഞങ്ങൾ വലിയ പോരാളികളാണെന്നൊക്കെ പറയുന്നത്. മനു, ഇവിടെ ഇത് പി ജയരാജൻ താങ്കളുടെ ഈ മനു തോമസ്, താങ്കൾ പാർട്ടിയോട് യുദ്ധം പ്രഖ്യാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളല്ല. താങ്കൾ പാർട്ടിക്കുള്ളിൽ നീ പറഞ്ഞ കൊട്ടേഷൻ സംഘത്തെ തിരുത്താൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട് വേദനിച്ച് പുറത്തു മാധ്യമങ്ങളോട് മിണ്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. പാർട്ടിക്ക് ഒരു കോട്ടവും ഉണ്ടാക്കരുതെന്ന് കരുതി വീട്ടിൽ പോയി ഇരിക്കാൻ ആഗ്രഹിച്ച ആളാണ് മനു. താങ്കളെ പുറത്താക്കിയെന്ന ഘോഷങ്ങൾ ഈ പറയുന്ന സൈബർ ഫാൻസ് ഗ്രൂപ്പുകളിൽ അർമാദിക്കുമ്പോഴാണ് താങ്കൾ പ്രതികരണം വരുന്നത്. ഏത് വ്യക്തിക്കും എന്താണ് സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിൽ പ്രതികരിക്കുമ്പോൾ, ഒരാളുടെ കാമ്പിലേക്ക് കത്തിവെക്കുമ്പോൾ പ്രതികരിക്കും. താങ്കൾ മനു അത് ചെയ്തു. പക്ഷെ താങ്കൾക്കെതിരെ എന്തുകൊണ്ടാണ് പി ജയരാജൻ പൊടുന്നനെ ചാടി വീഴുന്നത്? മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും മനു. അത് ഈ കൊട്ടേഷൻ ടീമിന്റെ ഒരു പൊതു രീതിയാണത്. അവർക്കെതിരെ വരുന്ന ആളുകളെ തേജാവധം ചെയ്യാൻ അവർ ഏത് നിലയിലുള്ള നികൃഷ്ടമായിട്ടുള്ള പ്രചരണങ്ങളും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അവരുടെ കഴിഞ്ഞ കുറെ കാലഘട്ടത്തിലെ രീതിയാണത്. അതിനകത്ത് ഞാനിപ്പം വിചാരിക്കുന്നത് തന്നെ മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചില്ലല്ലോ എന്ന് മാത്രമേ ഞാനിപ്പോൾ ആശ്വസിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയതിന്റെ ഭാഗമായി ഞാൻ ഈ പ്രതികരിക്കുകയും ആ പ്രതികരിച്ചപ്പോൾ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ ഒരു ജാള്യതയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ ഫാൻസുകാരുടെ മനു, ഒരു സംഘടനാ രീതിയുണ്ട്. ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്ന ഘടകത്തിന്റെ നേതാവാണെന്ന് പറയേണ്ടത്. താങ്കൾ ചെയ്യുന്ന ജോലി അത് സംഘടനാ വിരുദ്ധമാണോ? അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ ഇന്ന ജോലികൾ ചെയ്യുന്നത് പ്രശ്നമുണ്ടോ എന്ന് പറയേണ്ടത് പാർട്ടി എം വി ജയരാജനാണ്. എം വി ജയരാജൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. എം വി ജയരാജൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. താങ്കളെ പുറത്താക്കിയൊന്നുമല്ല. താങ്കൾ ഇത്തരത്തിൽ ഇപ്പം 3 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് പുറത്താണല്ലോ മനു. അവിടെ തീർന്നതാണത്. അത് തീരുമ്പോഴേക്കും എന്തിനാണെന്നേ പി ജയരാജൻ ചാടി വീണ് പ്രശ്നത്തെ പിന്നെയും മാന്തി പുണ്ണാക്കി പോയ ഭൂതകാലങ്ങൾ മൊത്തം പുറത്തിടാൻ താങ്കളെ നിർബന്ധിതനാക്കുന്നത് മനു? അതെ, അതാണ് ഞാൻ പറയുന്നത്. പാർട്ടിയുടെ കണ്ണൂർ പോലുള്ള ഒരു ഘടകം തീരുമാനിച്ച ഒരു സംഘടനാപരമായ ഒരു കാര്യം, ആ കാര്യം താഴേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ണൂർ പോലുള്ള സ്ഥലത്തു നിന്നും ആ വിവരം മാധ്യമങ്ങൾക്ക് തെറ്റായി ചോർത്തി കൊടുത്തത്, വാർത്ത ചോർത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് പലതവണ പാർട്ടി പലതവണയായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ വാർത്ത ചോർത്തിയത് വളരെ തെറ്റായി വാർത്ത ചോർത്തി
എനിക്കെതിരായി അവരുപയോഗിക്കുകയായിരുന്നു ഈ സംഘം. വളരെ ഗുരുതരമായൊരു ഒരു ഒരു വിഷയമാണത്. വാർത്ത ഇതെവിടെ നിന്നാണ് ചോർത്തിയത്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം താഴേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, അതായത് എന്നെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പുതിയൊരാളെ എടുക്കുന്നു എന്നുള്ള വളരെ സംഘടനാപരമായ ഒരു തീരുമാനം അത് പാർട്ടി താഴെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചോർത്തുകയാണ്. എങ്ങനെയാണ് ചോർത്തുന്നത്? വളരെ തെറ്റായ നിലയിൽ ചോർത്തി എനിക്കെതിരെ ആഘോഷിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുകയാണ്. പി ജെ ആണോ ചെയ്യുന്നത് മനു? അതൊക്കെ പി ജയരാജൻ ചെയ്യുന്നതെന്നാണോ മനു? അതൊക്കെ അത് ഉന്നതരായ ആളുകൾക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മനു താങ്കൾ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം എന്ന് പി ജയരാജനെ വെല്ലുവിളിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കറിയാത്ത, ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല, താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയുന്നത് അത് മനുവിൻ്റെ കൺവിക്ഷനാണ്. ഞാൻ തെറ്റായ വഴിക്ക് പോയിട്ടില്ല എന്ന മനുവിൻ്റെ കൺവിക്ഷനാണ്. എൻ്റെ ചോദ്യം ശ്രീ മനു തോമസ്, ഇവിടെ പി ജയരാജൻ അവിടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് എന്ന് പറയുമ്പോഴും പി ജയരാജൻ പാർട്ടിക്ക് മീതെ വളരുന്നു, അല്ലെങ്കിൽ പി ജയരാജന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പോലും ആ സമയത്തൊന്നും ആരും പി ജയരാജൻ സാമ്പത്തികമായി കറപ്റ്റ് വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മനു തോമസ് ആദ്യമായി പറയുകയാണ്. അതെ, അതിങ്ങനെ ഈ പറഞ്ഞ ഒരു വലിയ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പരിവേഷം സൃഷ്ടിച്ച് നിർത്തിയതാണ്. ഞങ്ങൾ വിശുദ്ധരാണ് എന്നുള്ള ഒരു പരിവേഷം സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയൊരു സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്. കള്ളമാണോ പറയുന്നത്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ പി ജയരാജൻ, ഇപ്പൊ ഞാൻ പറയുന്നത് പി ജയരാജൻ ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് മറ്റു ചില ഈ നേതാക്കളുടെ മക്കൾ കേൾക്കുന്ന പോലെ മാസപ്പടി ആരോപണത്തിലോ അല്ലെങ്കിൽ മറ്റു ചില നേതാക്കളുടെ മക്കൾ ഉണ്ടാക്കുന്ന കാശുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നില്ല. അവർ ഓട്ടോ ഓടിക്കാൻ പോകുന്നു, അവർ ഗൾഫിൽ പോകുമ്പോഴേക്ക് കോവിഡ് ആകുമ്പോഴേക്ക് തിരിച്ചു വരുന്നു, അവർ കൂലിപ്പണിയെടുത്ത് പണയിൽ ജോലിയെടുത്ത് ജീവിക്കുന്നു. അങ്ങനെ അടിസ്ഥാനവർഗ ജീവികളായി, അടിസ്ഥാനവർഗ കമ്മ്യൂണിസ്റ്റുകളായി ജീവിച്ചു പോകുന്നു എന്ന നറേറ്റീവ് കള്ളമെന്ന് പറയുകയാണോ CPM ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു തോമസ്? അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് പരിശോധിച്ച് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വെളിപ്പെടുത്തൽ നടത്തേണ്ട കാര്യമൊന്നും അല്ലത്. അത് പക്ഷേ ഇതിന്റെ മേലെ ഒരു പരിവേഷം അതിന് ചാർത്തി കിട്ടിയിട്ടുണ്ട്. ആ ചാർത്തി ഇതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രചരണ സംവിധാനത്തെ അദ്ദേഹം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് കാര്യവും ഈ പറഞ്ഞതുപോലെ വിശുദ്ധവൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. മനു തോമസ് ഒരിടത്ത് പറയുന്നത് കേട്ടു, എല്ലാ പാർട്ടി സംവിധാനം ഇങ്ങനെയൊക്കെ പോവുള്ളൂ, എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആവരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അങ്ങനെ ഉണ്ടായില്ല, അതിൻ്റെ വേദനയിൽ ഞാൻ ആ പണി അവിടെ നിർത്തി, ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു, എനിക്ക് മറ്റ് വ്യാമോഹങ്ങളില്ല. എന്താണ് മനു തോമസ് അടുത്ത രാഷ്ട്രീയ പരിപാടി? ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞത് പൊതുവിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണതയുടെ ഭാഗമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കകത്ത് സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തിരുത്തപ്പെടേണ്ടത് തിരുത്തുന്നില്ല എങ്കിൽ അത് ആ പാർട്ടിക്കും അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല എന്ന അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. താങ്കൾ ഷാജറിന് ഇനിയിപ്പോൾ ഒരു സംഘടനയാകും, ഒരുപക്ഷെ സെക്രട്ടറി പ്രസിഡന്റ് ഇരിക്കുമ്പോൾ ചില വ്യക്തിപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ താങ്കൾ ഷാജറിനെതിരെ അതിൻ്റെ മുന നീട്ടുമ്പോൾ ഷാജറിനെതിരെ താങ്കൾ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു, അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് താങ്കൾ പരാതി കൊടുക്കുന്നു, അതിൽ പറയുന്ന അതിഗുരുതരമായ ആരോപണങ്ങളാണ്. ആ പരാതി കയ്യിലിരിക്കെ ഷാജറിന് പുതിയ ഒരു പദവി കൊടുക്കുന്നെങ്കിൽ ഷാജറാണോ ഷാജർ ഒറ്റയ്ക്കാണോ കുറ്റക്കാരൻ, പാർട്ടിയാണോ കുറ്റക്കാരൻ? മനു, അല്ല, ഞാനിപ്പോ ഏതെങ്കിലും വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിനോ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും വ്യക്തിയാധിഷ്ഠിതമായ ഒരു കാര്യത്തിലല്ല. അതില് പാർട്ടിയാണ് അഭിപ്രായം പറയേണ്ടത്. അവരെ ഏതെങ്കിലും സ്ഥാനത്ത് ഈ പറഞ്ഞ ആളുകളെയൊക്കെ അവരോധിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുപറ്റിയോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളതൊക്കെ പാർട്ടി പറയേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഭാവിയിൽ കാലം തെളിയിക്കേണ്ടതാണ് ചില കാര്യങ്ങൾ. മനു, താങ്കൾ, ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾ കഥ എഴുതുന്ന ആളാണ്, അത്യാവശ്യം നന്നായി കാലങ്ങളായി കഥ എഴുതുന്ന ആളാണ്. സ്വാഭാവികമായും കാൽപ്പനികനാകണം, സ്വാഭാവികമായും സർഗാത്മകനാകണം. ഉള്ളിൽ തോന്നിയ പ്രത്യയശാസ്ത്ര വേദന വെട്ടിത്തുറന്നങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം. കണ്ണൂരാണ്, ഒരു ഇന്നോവ കാറിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉള്ളിൽ നീറ്റലായി, വ്യക്തിപരമായി എൻ്റെ ഉള്ളിലടക്കം നീറ്റലായി കിടക്കുന്ന ഇപ്പോഴും നീറ്റലാണ്. പേടിയുണ്ടോ മനു? അങ്ങനെ പേടിച്ചുകൊണ്ടൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ലല്ലോ.
നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനായ പൊതുരംഗത്ത് വരുന്ന സമയത്തെല്ലാം നമ്മൾ ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള ഒരുപാട് ഇടയിൽ കൂടി തന്നെയല്ലേ വരുന്നത്. അങ്ങനെ പേടിച്ചിട്ടൊന്നും നമുക്ക് അഭിപ്രായത്തെ മാറ്റാനോ അഭിപ്രായത്തെ മൂടി വെക്കാനോ കഴിയില്ല. അങ്ങനെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും പലരും അഭിപ്രായം പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക, അതിലൂടെ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളെ സ്വീകരിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ ഉള്ളതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈൻ അങ്ങനെയല്ല. എനിക്ക് പറയാനുള്ള നിലപാടുകൾ അത് ഞാൻ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും പറയണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഒറ്റ ചോദ്യം കൂടി മനു, ഇപ്പോഴല്ല വർഷം 2 മുന്നെയാണ് ഈ ആയങ്കി തില്ലങ്കേരി സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ വാർത്താ സമയത്താണ്. അന്ന് ഒരു പോലീസ് സോഴ്സിൽ നിന്ന്, ഞാൻ മറ്റൊരു ചാനലാണ് കേട്ടോ, ഒരു പോലീസ് സോഴ്സിൽ നിന്നൊരു ശബ്ദരേഖ വരുന്നുണ്ട്. ആ ശബ്ദരേഖയിൽ തില്ലങ്കേരിക്കാരനായ ഒരാൾ പറയുന്നുണ്ട് ഒരു പങ്ക് പാർട്ടിക്ക്. അന്ന് ചർച്ചയിൽ എ റഹീമാണ്. ആരാണ് ആ കടത്തുകാരൻ എന്ന് വെളിപ്പെടുത്താൻ പറയുന്നു. സോഴ്സായ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല, പേര് പറഞ്ഞാൽ ആ തില്ലങ്കേരിക്കാരനായ ശബ്ദത്തിന്റെ ഉടമയുടെ ജീവൻ നഷ്ടമാകില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോഴും ഇപ്പോഴും പേരും വിലാസവും ഒക്കെ നന്നായി അറിയാമായിരുന്നിട്ടും പരിഹാസത്തിൽ കടത്തുകാര എന്ന് സൈബർ സഹാക്കൾ വിളിക്കുന്നുണ്ട്. പറഞ്ഞതാ മിനിഞ്ഞാന്ന് ശ്രീ കെ അനിൽകുമാർ ഈ ചർച്ചയിൽ തന്നെ വന്ന് ആ കടത്തുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പറ്റി, അതിന് പാർട്ടി ഡിവൈഎഫ്ഐ നേതാക്കൾ കൊടുക്കുന്ന പിന്തുണയെപ്പറ്റി, ആ കടത്തുകാർക്ക് കഞ്ഞിവെച്ചവരെ പറ്റിയൊക്കെ ഡിവൈഎഫ്ഐയുടെ ഒരു മുൻ ജില്ലാ പ്രസിഡന്റ് പറയുന്നതും, പാർട്ടിക്ക് പുറത്തു വരും മുൻപ് പാർട്ടിക്കുള്ളിൽ മനു തോമസ് കള്ളക്കടത്തുകാരുടെ ഈ കൂട്ടുകെട്ടിനെതിരെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും കാവ്യനീതിയാണ് ശ്രീ മനു തോമസ്. അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ ഈ സംഘങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് ബന്ധങ്ങളെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഈ സംഘടനാ ബന്ധങ്ങളെ പലപ്പോഴും ഇത്തരം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പാർട്ടിക്ക് പിന്നെ വളരെ വൈകിയാണ് അതിന്റെ കാര്യങ്ങളെ ബോധ്യമായത്. പക്ഷെ അത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതിപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബന്ധങ്ങൾ, ഈ സംഘടനാപരമായ ബന്ധങ്ങളെ ഇവരെല്ലാം ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഭയങ്കര സൗകര്യമായ ഒരു നെറ്റ്വർക്കാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ഭയങ്കര നെറ്റ്വർക്കാണ്. നമ്മൾ ഇപ്പം ഈ പറയുമ്പോഴും ഇപ്പോൾ ഈ രാമനാട്ടുകര വിഷയവും അതുപോലെ തന്നെ ചില വിഷയങ്ങളും ഒരു അപകടത്തിലൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയോ പുറത്തു വന്ന വിഷയങ്ങൾക്ക് എത്രയോ അപ്പുറത്ത് കണ്ണൂർ ജില്ലയുടെയും സമീപ പ്രദേശങ്ങളിലും എല്ലാം ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അധോലോക സംവിധാനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദി ശ്രീ മനു തോമസ്. ഇപ്പൊ താങ്കൾ ഇനി എത്ര സംഘടനാ വിരുദ്ധനാണെന്നോ, അല്ലെങ്കിൽ തില്ലങ്കേരിമാർ എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ പോരാളി ഷാജിമാർ എന്ത് പറഞ്ഞാലോ, പി ജയരാജൻ എന്ത് പറഞ്ഞാലോ, താങ്കളുടെ ഉള്ളിൽ തുടിക്കുന്നത് വഴിതെറ്റിപ്പോയ ഒരു പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഒറിജിനൽ സഖാവിന്റെ വേദനയാണെന്ന് യഥാർത്ഥ സഖാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അഭിവാദ്യങ്ങൾ കോമ്രേഡ് ആ പോരാട്ടത്തിന്.